പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹബന്ധനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഉപരോധിക്കപ്പെടുന്ന വിശ്വാസം ഇന്നും വിടുവിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാം എന്ന വിഷയത്തെപ്പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രങ്ങൾ വിറയ്ക്കുമ്പോൾ, സമ്പദ് വ്യവസ്ഥകൾ തകരുമ്പോൾ, കുടുംബങ്ങൾ സമ്മർദ്ദത്തിലാകുമ്പോൾ, ഹൃദയങ്ങൾ തളരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മെ ചരിത്രത്തിലെ ശക്തമായ ഒരു നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. ഹിസ്കിയ രാജാവിൻ്റെ വിശ്വാസം. BC 701 അഹങ്കാരിയായ സൻഹേരീബ് രാജാവിൻ്റെ നേതൃത്വത്തിൽ അസീറിയൻ സാമ്രാജ്യം യെരുശലേമിനെതിരെ വന്നപ്പോൾ സാഹചര്യം തികച്ചും പ്രത്യാശയില്ലാത്തതായിരുന്നു. അസീറിയൻ സൈന്യം ഓരോ രാജ്യങ്ങളെയായി തകർത്ത് മുന്നേറുകയായിരുന്നു. അവരുടെ ഭീഷണികൾ വെറും വാക്കുകളല്ലായിരുന്നു, ക്രൂരമായ വിജയങ്ങളുടെ പിൻബലം അതിനുണ്ടായിരുന്നു. എങ്കിലും യെരുശലേമിൽ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശക്തി വെറും മതിലുകളിലോ ആയുധങ്ങളിലോ യോദ്ധാക്കളിലോ ആയിരുന്നില്ല. ആ രാജാവായിരുന്നു ഹിസ്കിയാവ്. ശത്രു ഒരു കത്തയക്കുമ്പോൾ സൻഹേരീബ് പരിഹാസം നിറഞ്ഞ ഒരു കത്തയച്ചു. ജീവിച്ചിരിക്കുന്ന ദൈവത്തെ നിന്ദിച്ചും വിശ്വാസത്തെ കുറച്ചു കാണിച്ചും കീഴടങ്ങാൻ ആവശ്യപ്പെട്ടും കൊണ്ടുള്ള ഒന്നായിരുന്നു അത്. അതൊരു മനഃശാസ്ത്രപരമായ യുദ്ധമായിരുന്നു, ഭീഷണിപ്പെടുത്തലായിരുന്നു, വാക്കുകളിൽ പൊതിഞ്ഞ ഭയമായിരുന്നു അത്. ഹിസ്കിയാവ് വളരെ ലളിതവും എന്നാൽ നിത്യമായ ശക്തിയുള്ളതുമായ ഒരു കാര്യം ചെയ്തു. ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു. പിന്നെ ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്നു യഹോവയുടെ സന്നിധിയിൽ അത് വിരിച്ചു. 2 രാജാക്കന്മാർ 19:14. അവൻ പരിഭ്രമിച്ചില്ല, അവൻ വാദിക്കാൻ പോയില്ല, അഹങ്കാരത്തോടെ മറുപടി നൽകിയതുമില്ല. അവൻ അത് ദൈവത്തിൻ്റെ മുമ്പാകെ വെച്ചു. നമ്മുടെ കാലഘട്ടത്തിന് ഇത് ഒരു വലിയ പാഠമാണ്. ഇന്ന് ഭീഷണിപ്പെടുത്തുന്ന കത്തുകൾ വരുമ്പോൾ, മെഡിക്കൽ റിപ്പോർട്ടുകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, വിശ്വാസത്തോടുള്ള സാംസ്കാരികമായ എതിർപ്പുകൾ, ആഗോള അസ്ഥിരത, വ്യക്തിപരമായ വഞ്ചനകൾ, ഇവയെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ വിരിക്കുക. നിരാശയോടെ അല്ല, ദൈവത്തിലുള്ള ആശ്രയത്തോടെ. സങ്കീർത്തനം 121 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അഹങ്കാരമില്ലാത്ത ഒരുക്കം. ഉപരോധം തുടങ്ങുന്നതിന് മുമ്പ് ഹിസ്കിയാവ് യെരുശലേമിൻ്റെ മതിലുകൾ ഉറപ്പിക്കുകയും ജലവിതരണം സുരക്ഷിതമാക്കുകയും ചെയ്തു. 2 ദിനവൃത്താന്തം 32. വിശ്വാസം എന്നാൽ അലസതയല്ല. അവൻ വിവേകത്തോടെ പ്രവർത്തിച്ചു, എങ്കിലും പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചു. അവൻ ജനത്തോട് പറഞ്ഞു, അവനോടുകൂടെയുള്ളത് മാംസഭുജം, ആം ഓഫ് ഫ്ലഷ് മാത്രമാകുന്നു. നമ്മോടുകൂടെയുള്ളതോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവയാകുന്നു. 2 ദിനവൃത്താന്തം 32:8. മാംസഭുജം എന്ന ആ വാചകം ഇന്ന് നമ്മോട് ശക്തമായി സംസാരിക്കുന്നു. നമുക്ക് സാങ്കേതിക വിദ്യയുണ്ട്, ബുദ്ധിയുണ്ട്, സംവിധാനങ്ങളുണ്ട്, സ്വാധീനമുണ്ട്. എന്നാൽ ഇവയൊന്നും ദൈവത്തിൻ്റെ പരമാധികാരമുള്ള കരത്തിന് പകരമാവില്ല. സങ്കീർത്തനം 20:7 പ്രഖ്യാപിക്കുന്നു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്മരിക്കും. ഇതിലെ ബാലൻസ് വളരെ വ്യക്തമാണ്. ജാഗ്രതയോടെ ഒരുങ്ങുക, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക, പൂർണ്ണമായി ആശ്രയിക്കുക. ദൈവമഹത്വത്തിൽ കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥന. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന തിരുവെഴുത്തുകളിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനാ മാതൃകകളിൽ ഒന്നാണ്. താൻ അതിജീവിക്കാൻ വേണ്ടി മാത്രമല്ല അവൻ പ്രാർത്ഥിച്ചത്, മറിച്ച് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിരുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ മാത്രം ദൈവമായ യഹോവ എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. 2 രാജാക്കന്മാർ 19:19. അവൻ്റെ അപേക്ഷ സ്വാർത്ഥമായിരുന്നില്ല, മറിച്ച് ദൈവ കേന്ദ്രീകൃതമായിരുന്നു. സ്വർഗം അതിന് മറുപടി നൽകി. അന്ന് രാത്രി യഹോവയുടെ ദൂതൻ 185,000 അസീറിയൻ പടയാളികളെ സംഹരിച്ചു.
2 രാജാക്കന്മാർ 19:35. തോൽപ്പിക്കുവാൻ കഴിയില്ലെന്ന് കരുതിയ സൈന്യം പിന്തിരിഞ്ഞോടി. സൻഹേരീബ് നിനവേലേക്ക് മടങ്ങുകയും പിന്നീട് സ്വന്തം നാട്ടിൽ വെച്ച് വാളാൽ കൊല്ലപ്പെടുകയും ചെയ്തു. യെരുശലേം രക്ഷിക്കപ്പെട്ടത് തന്ത്രങ്ങൾ കൊണ്ട് മാത്രമല്ല, ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണം കൊണ്ടാണ്. ഇന്ന് നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണ്? നാം ജീവിക്കുന്നത് ഇത്തരം ഒരു കാലഘട്ടത്തിലാണ്. ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്നു, സത്യം മങ്ങുന്നു, ഭയം വർദ്ധിക്കുന്നു, വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു, ജാതികൾ കലഹിക്കുന്നു. സങ്കീർത്തനം 2. എന്നാൽ ദൈവം മാറിയിട്ടില്ല. മാലാഖി 3:6. യഹോവയായ ഞാൻ മാറാത്തവൻ. എബ്രായർ 13:8. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യെരുശലേമിനെ കാത്ത ദൈവം ഇന്നും തൻ്റെ ഉദ്ദേശ്യങ്ങളെ കാക്കുന്നു. അസിറിയായെ നിശബ്ദനാക്കിയ ദൈവം ഇന്നും ചരിത്രത്തിന്മേൽ ഭരിക്കുന്നു. ഹിസ്കിയാവിന് മറുപടി നൽകിയ ദൈവം ഇന്നും ആത്മാർത്ഥമായ പ്രാർത്ഥന കേൾക്കുന്നു. യെശയ്യാവ് 40:31 വാഗ്ദാനം ചെയ്യുന്നു, യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും. അത് രാഷ്ട്രീയ ശക്തിയല്ല, സാമൂഹിക ശക്തിയല്ല, മറിച്ച് ആത്മീയ ശക്തിയാണ്. ആ ശക്തി എല്ലാറ്റിനെയും മാറ്റിമറിക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിനായുള്ള ഒരു ആഹ്വാനം. നാം എന്ത് ചെയ്യണം? എല്ലാ ഭീഷണികളെയും ദൈവാലയത്തിൽ കൊണ്ടുവരിക. അത് ദിവസവും ദൈവത്തിൻ്റെ മുമ്പാകെ വയ്ക്കുക. നിങ്ങളുടെ സാഹചര്യം ഓർത്ത് ബൈബിൾ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുക. മതിലുകൾ ഉറപ്പിക്കുക. നിങ്ങളുടെ ഹൃദയത്തെ കാക്കുക. സദൃശവാക്യങ്ങൾ 4:23. നിങ്ങളുടെ ഭവനത്തെയും സാക്ഷ്യത്തെയും കാക്കുക. ഭയത്തെയും സംശയത്തെയും പോഷിപ്പിക്കുന്ന ഉറവിടങ്ങളെ മുറിച്ചു മാറ്റുക. പരസ്പരം പ്രോത്സാഹിപ്പിക്കുക. ഹിസ്കിയാവ് ജനത്തിന് ധൈര്യം പകർന്നു. നമ്മുടെ കുടുംബങ്ങളിലും സഭകളിലും സമൂഹങ്ങളിലും നാം വിശ്വാസത്തിൻ്റെ വാക്കുകൾ സംസാരിക്കണം. എല്ലാറ്റിനും ഉപരി ദൈവമഹത്വത്തിനായി പ്രാർത്ഥിക്കുക. ദൈവം പ്രവർത്തിക്കുമ്പോൾ അത് അവൻ്റെ കരം കൊണ്ടാണെന്ന് ലോകത്തിന് വ്യക്തമാകട്ടെ. ധൈര്യപ്പെടുക. അസിറിയായെ തിരിച്ചയച്ച അതേ ദൈവം ഇന്നും വാഴുന്നു. വിനീതമായ പ്രാർത്ഥനയെ മാനിച്ച അതേ ദൈവം ഇന്നും ശ്രദ്ധിക്കുന്നു. യെരുശലേമിനെ പ്രതിരോധിച്ച അതേ ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരെ ഇന്നും സംരക്ഷിക്കുന്നു. ഉറച്ചു നിൽക്കുക. ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക. വിവേകത്തോടെ ഒരുങ്ങുക. പൂർണ്ണമായി വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കൃപാലുവായ സ്വർഗസ്ഥ പിതാവേ, ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവേ, കെരൂബുകളുടെ മധ്യേ വസിക്കുന്നവനെ, നീ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. 2 രാജാക്കന്മാർ 19:15. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നീ ഉറങ്ങുന്നതുമില്ല മയങ്ങുന്നതുമില്ല. സങ്കീർത്തനം 121:4. നിന്റെ മുമ്പാകെ ജാതികൾ ബക്കറ്റിലെ ഒരു തുള്ളി പോലെയാണ്. യെശയ്യാവ് 40:15. പിതാവേ, ഞങ്ങളുടെ തലമുറയുടെ കത്തുകൾ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വിരിക്കുന്നു. ഭയങ്ങൾ, യുദ്ധങ്ങൾ, ധാർമ്മിക ആശ്രയക്കുഴപ്പങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, വ്യക്തിപരമായ ഭാരങ്ങൾ എന്നിവയെല്ലാം കർത്താവെ നിന്റെ ചെവി ചായ്ച്ച് കേൾക്കണമേ. കർത്താവെ നിന്റെ കണ്ണ് തുറന്ന് നോക്കണമേ. ഞങ്ങളുടെ അഹങ്കാരത്തിനായല്ല, ഞങ്ങളുടെ സുഖത്തിനു വേണ്ടിയുമല്ല, മറിച്ച് നീ മാത്രം കർത്താവെന്ന് ഭൂമിയിലുള്ളവർ എല്ലാവരും അറിയേണ്ടതിനായി തന്നെ. മാംസഭുജത്തിൽ ഞങ്ങൾ ആശ്രയിച്ചു പോയ ഇടങ്ങളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭയത്തിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ മനുഷ്യനെ ശക്തിപ്പെടുത്തണമേ. ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിവേകത്തോടെ ഒരുങ്ങാനും പൂർണ്ണമായി നിന്നിൽ ആശ്രയിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ധൈര്യം പുതുക്കണമേ. ഞങ്ങളുടെ സന്തോഷം വീണ്ടെടുക്കണമേ. നിന്റെ ജനത്തെ ഉണർത്തണമേ. നീതി ഉദിക്കുമാറാകണമേ. സത്യം മാനിക്കപ്പെടുമാറാകണമേ. ഇരുളിൽ പ്രകാശിക്കുന്ന വിളക്കായി നിന്റെ സഭ ശോഭിക്കുമാറാകണമേ. നീ യെരുശലേമിനെ കാത്തതുപോലെ ഇന്ന് നിന്റെ ഉദ്ദേശങ്ങളെ കാക്കണമേ. നീ ഹിസ്കിയാവിന് മറുപടി നൽകിയതുപോലെ സത്യത്തിൽ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് മറുപടി നൽകണമേ. ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ മഹിമപ്പെടുത്തുന്നു.
ദൈവമായ കർത്താവെ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തു രക്ഷിക്കുന്നവനും ആകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവീശോ മിശിഹാ, നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.